السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه فهو في عيشة راضية في جنة عالية. صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇഅ്തികാഫിന്റെ നിയ്യത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല ഇതുപോലെ സ്വർഗത്തിലും നാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ദോഷങ്ങൾ അല്ലാഹു ഈ ദിവസത്തിന്റെ ഹക്ക് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ദുആ വസിയത്ത് ചെയ്തവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ഹാഖയിലെ ചില ആയത്തുകളാണ് നമ്മൾ ഓതിയത്. മനുഷ്യന്റെ കർമ്മ പുസ്തകങ്ങൾ തുറക്കപ്പെടുന്ന, നാം ചെയ്ത കർമ്മങ്ങളൊക്കെ തൂക്കപ്പെടുന്ന വിധി ദിവസം, ആ ദിവസത്തിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഒരു വിശ്വാസിക്ക് നിസ്കരിക്കുമ്പോൾ കൈ കെട്ടിയാൽ ഉണ്ടാകേണ്ടത്. നിസ്കാരം ആരംഭിച്ചാൽ തന്നെ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് മാലിക് യൗമിദ്ദീൻ, വിധി നിർണയത്തിന്റെ ഉടമയായ അല്ലാഹു എന്നുള്ളതാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്ത് കോർപ്പറേഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്കിലേക്കൊക്കെയുള്ള മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് സ്ഥാനാർത്ഥികളൊക്കെ പലരും ആശങ്കയിലും പ്രതീക്ഷയിലും പലരും നിരാശയിലുമൊക്കെയാണ്. പാർട്ടി പ്രവർത്തകരൊക്കെ എന്താകുമെന്ന ഒരു ചിന്തയുടെ മുൾമുനയിൽ നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണുന്നതും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കാത്തിരിക്കുകയാണ്. വോട്ടുകളൊക്കെ പെട്ടിയിലായി സൂക്ഷിക്കപ്പെട്ട് ഇനി എണ്ണാൻ കാത്തിരിക്കുകയാണ്. ആർക്കും ഒന്നും പ്രവചിച്ച് പറയാൻ കഴിയില്ല, ആര് ജയിക്കും ആര് തോൽക്കുമെന്ന്. അപ്പൊ നാളെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന ദിവസം. അല്ലാഹു തആല ഫാത്തിഹ സൂറത്തിൽ പറയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. പിന്നെന്താ? മാലിക് യൗമിദ്ദീൻ, വോട്ടെണ്ണുന്ന ദിവസം എന്നർത്ഥം. ആലങ്കാരികമായി ഇതിന്റെ താല്പര്യം പറയാം. മാലിക് യൗമിദ്ദീൻ, വിധി നിർണയത്തിന്റെ, വിധിയുടെ ദിവസം. ആരാണ് വിജയി ആരാണ് പരാജയി എന്ന് തീരുമാനിക്കുന്ന ദിവസത്തിന്റെ ഉടമയായ അല്ലാഹു. അവിടെ ആർക്കും ഇടപെടാൻ സാധ്യമല്ല. അവിടെ പണത്തിനോ മറ്റാർക്കോ സ്വാധീനിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന് മാത്രം ഉടമപ്പെട്ടത് എന്നാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. നാളെ ആര് നമ്മുടെ വാർഡിൽ നിന്ന് ആര് വിജയിക്കും, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് ആരൊക്കെ തിരഞ്ഞെടുക്കപ്പെടും, ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. ഒക്കെ നാളെ എണ്ണി തിട്ടപ്പെടുത്തുമ്പോഴാണ്, നാളെയാണത് ബോധ്യപ്പെടുക. ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ചില ചിന്തകളാണ് പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്തുകളിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭൗതികമായ ലോകത്തെ എല്ലാ കാര്യങ്ങളും ആത്മീയമായ പരലോകവുമായി നമ്മൾ ചേർത്ത് വായിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈമാന് ഒരു വർധനവുണ്ടാവുക. ദുനിയാവിലെ ഏത് കാര്യങ്ങളിലും ആഖിറത്തിനെ ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കണം. ദുനിയാവിലെ മനോഹരമായ കൊട്ടാരങ്ങളും വലിയ വലിയ മനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ സ്വർഗത്തിൽ എത്രമാത്രം സുന്ദരമായിരിക്കും സ്വർഗീയ കൊട്ടാരങ്ങൾ എന്ന് ചിന്തിക്കണം. സൗന്ദര്യമുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഇവിടത്തെ വലിയ ഭംഗിയുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഈ നിങ്ങൾക്ക് സ്വർഗത്തിൽ അല്ലാഹു തആല കൊടുക്കുന്ന സൗന്ദര്യത്തിന്റെ ഉത്തമമായ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇവിടുത്തെ പഴവർഗ്ഗങ്ങളും സസ്യലതാദികളും പ്രകൃതി രമണീയമായ മനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകളും കാണുമ്പോൾ അതൊക്കെ സ്വർഗീയമാകുമ്പോൾ എത്രമേൽ സുന്ദരമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം.
ഇവിടുത്തെ ചൂടും പുകയും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുമ്പോൾ നരകത്തിന്റെ വേദനയും പ്രയാസവും അതും ചിന്തിക്കണം. അത് നബിതങ്ങൾ തന്നെ പഠിപ്പിച്ചു. ശക്തമായ ചൂടും കാറ്റും മഴയും ഒക്കെ വരുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ നബിതങ്ങൾ പരലോകത്തെ നരകത്തിലെ മാശ്രയുടെ ബീഭത്സമായ ഘട്ടങ്ങളെ പറ്റി ചിന്തിക്കാറുണ്ടായിരുന്നു. ഇതുപോലെ ഇവിടുത്തെ സൗന്ദര്യങ്ങൾ കാണുമ്പോൾ സ്വർഗത്തിന്റെ സൗന്ദര്യങ്ങൾ ആലോചിക്കുക. ഇതുപോലെ ഏത് കാര്യം അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മളെല്ലാവരും വോട്ട് രേഖപ്പെടുത്തി ഒരുപാട് ദിവസത്തെ കഠിനമായ അധ്വാനങ്ങൾ, പരിശ്രമങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ, സ്ഥാനാർത്ഥിയുടെ, ബന്ധുക്കളുടെ, കൂട്ടുകാരുടെ പണം കുറെ ചെലവാക്കുന്നു, പൈസ ചെലവഴിക്കുന്നു, വണ്ടി പ്രചരണങ്ങൾ, നോട്ടീസ് ഒട്ടിക്കല്, വീട് വീടാന്തരം കയറിറങ്ങല്, അശ്രാന്ത പരിശ്രമങ്ങളും കഠിനാധ്വാനവുമായിരുന്നു. ഈ പരിശ്രമങ്ങളുടെയും കഠിനാധ്വാനങ്ങളുടെയും ഫലം നാളെയാണ് പുറത്തു വരിക. ഇതുപോലെ ജീവിതമാകുന്ന നമ്മുടെ ഈ ജീവിതത്തിന്റെ പരീക്ഷണം, ഇലക്ഷൻ, അത് കഴിഞ്ഞ് അതിന്റെ ഫലം പുറത്തു വരുന്ന ഒരു ദിവസം നമുക്കുണ്ട് എന്ന ബോധം നമ്മിലേക്ക് കടത്തിവിടാൻ നമുക്ക് സാധിക്കണം. അവിടെ നമ്മൾ വിജയിക്കുമോ, ഇവിടെ പരാജയപ്പെടുമോ? ഇതിപ്പോ 2025 തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചു അല്ലെങ്കിൽ UDF ജയിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും തോറ്റു, അതൊന്നും നമ്മുടെ വിഷയമല്ല. അതൊക്കെ അടുത്ത പ്രാവശ്യം മാറ്റി എഴുതാൻ പറ്റും. ഈ വാർഡിൽ നിന്ന് ഈ സ്ഥാനത്ത് ജയിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത സ്ഥാനത്തേക്ക് ജയിക്കാം. പക്ഷെ ഒരിക്കലും നമുക്ക് മറ്റൊന്ന് പരീക്ഷിക്കാൻ കഴിയാത്തൊന്ന് നമ്മുടെ ജീവിതമാണല്ലോ. ഏത് പരീക്ഷ, ദുനിയാവിലെ ഏത് മത്സരം അങ്ങനെ നമുക്ക് മാറ്റി പരീക്ഷിക്കാം. ഈ വർഷം ഇന്ന ആളാണെങ്കിൽ അടുത്ത വർഷം LDF UDF ഒക്കെ മാറി മാറി വരാം. എന്നാൽ ജീവിതമാകുന്ന നമ്മുടെ ഈ പരീക്ഷണത്തിൽ നമ്മളെങ്ങാനും തോറ്റുപോയാൽ അടുത്ത ജന്മത്തിൽ, അടുത്ത ജീവിതത്തിൽ ഉഷാറാക്ക എന്ന് നമുക്കൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്കില്ല. ഒരു പരീക്ഷയിൽ തോറ്റാൽ സേ പരീക്ഷ ഉണ്ടാകും, അല്ലെങ്കിൽ സപ്ലിമെന്ററി പരീക്ഷ ഉണ്ടാകും, മറ്റൊരു എക്സാമിന് ചാൻസ് ഉണ്ടാകും. ഏതും അങ്ങനെ തന്നെ. കച്ചവടമാണെങ്കിലും അങ്ങനെ തന്നെ. ഈ ബിസിനസ് പൊട്ടിയാൽ അടുത്ത് വേറെ ബിസിനസ് ആരംഭിക്കാം. അതാരംഭിച്ച വേറെ രംഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. സൗദി പോയി വിജയിച്ചില്ല, എന്നാൽ ദുബായി പോകാം, അവിടും പരാജയപ്പെടും, എന്നാൽ ഖത്തറിൽ പോകാം. അങ്ങനെ മാറി മാറി പരീക്ഷിക്കാം. കോഴ്സും അങ്ങനെ തന്നെയാണ്. ഒരു കോഴ്സ് എടുത്ത് വേണ്ടത്ര വിജയിച്ചിരുന്ന വേറെ കോഴ്സിന് പോകാം, ഒക്കെ ശരിയാണ്. എന്നാൽ മനുഷ്യന്റെ ഈ ജീവിതത്തിൽ നമ്മൾ അങ്ങാനും മരണത്തോടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നോക്കാം എന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ ഇബാദത്തിലായി, അള്ളാഹുവിന് അടിമപ്പെട്ട് ജീവിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ നമ്മൾ വിജയിക്കുള്ളൂ. എല്ലാവരും പ്രതീക്ഷയുടെയും അല്ലെങ്കിൽ പ്രത്യാശയുടെയും ആശങ്കയുടെ ഒക്കെ മുൾമുനയിലും നാളെ എന്താകാം, അത് നാളത്തെ ഡേറ്റില് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്നതിനെ പറ്റിയുള്ള പേടി ബേജാറൊന്നും ആഖിറത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇല്ലല്ലോ. നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും ആത്മാർത്ഥമായി നമുക്ക് എന്തുറപ്പാണുള്ളത്, ഞാൻ നാളെ രക്ഷപ്പെടുമെന്ന്, എന്റെ കർമ്മ പുസ്തകങ്ങൾ തുറക്കപ്പെടുമ്പോൾ എന്താകുന്നൊരു പിടുത്തമില്ല. അതാണ് ഞാൻ സൂറത്ത് അൽ-ഹാഖയിലെ ചില ആയത്തുകൾ ഓതിയത്. നാളെ ചിലപ്പോ ചില സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കും. അപ്പൊ അവരെല്ലാവരും കൂട്ടി പിടിച്ചിട്ട് പറയും, സന്തോഷം, എനിക്ക് ആദ്യ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജയിക്കും, പറഞ്ഞില്ലേ, സന്തോഷം, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമുക്ക് എന്നായിരിക്കും ഭൂരിപക്ഷം, നമ്മളെന്നെ ജയിക്കുന്നു പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മളെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിരിക്കും. തോറ്റുപോയാലോ ഭയങ്കര നിരാശയായിരിക്കും. എന്താ തോൽക്കാൻ കാരണം എന്താണ്? നമ്മൾ കുറെ പൈസ ചെലവഴിച്ച് ഒരു കാര്യം ഉണ്ടായില്ല, നമ്മളെ കുറെ ആൾക്കാരെ സ്വാധീനിച്ച് ഒരു ഫലം ഉണ്ടായില്ല, നമ്മളെ പലരും വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചു, ഒരു കാര്യം ഉണ്ടായില്ല. ഇത് നമ്മൾ നാളെ പറയും. ഇതേപോലെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി. നാളെ കർമ്മ പുസ്തകങ്ങൾ വോട്ടെണ്ണുന്ന നേരത്ത്, നാളെ നന്മ തിന്മകൾ തീരുമാനിക്കുന്ന ദിവസത്ത് വിജയിച്ച ആളുകൾ, അവരുടെ പുസ്തകം വലത്തെ കയ്യിൽ കിട്ടിയവർ വിജയിച്ചു, ആ സ്ഥാനത്ത് വിജയിച്ചു. അവർ പറയും, ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ, എന്റെ വിജയം ആസ്വദിക്കൂ, അത് വിളിച്ചു പറയൂ, നിങ്ങൾ വായിക്കൂ, നമ്മളത് വിജയിച്ചിരിക്കുന്നു. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇതൊക്കെ നമ്മൾ ആദ്യേ കരുതിയിരുന്നു, ഇതൊക്കെ നമ്മുടെ പ്രതീക്ഷയായിരുന്നു. ഫവ ഫീ ഈശത്തിർ റാദിയ, അവർക്ക് വലിയ സന്തോഷമായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗീയ ആരാമങ്ങളിൽ അവർ അഭിരമിച്ചു കൊണ്ടിരിക്കും. അല്ലാഹ് പറയും, കുലൂ വശറബൂ ഹനീആ, നിങ്ങൾ സുഖിച്ച് രസിച്ച് മതിച്ച് അടിച്ചു പൊളിച്ച് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ. അല്ലാഹു തആല പറയും. നാ തോറ്റ സ്ഥാനാർത്ഥികളോ, അടുത്ത ആയത്ത്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി, തോറ്റുപോയ ആൾക്കാര്, ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ, മത്സരിക്കേണ്ടതില്ലായിരുന്നു, നിൽക്കേണ്ടതില്ലായിരുന്നു, പലരും നിർബന്ധിച്ചു, സമ്മർദ്ദങ്ങൾക്ക്
എനിക്ക് വഴങ്ങേണ്ടി വന്നു, ഞാൻ തോറ്റുപോയില്ലേ. ആഖിറത്തിൽ പറയും ഈ കിതാബിൽ കിട്ടേണ്ടില്ലായിരുന്നു, ഇതെനിക്ക് കിട്ടേണ്ടില്ലായിരുന്നു, വേണ്ടായിരുന്നു. നാട്ടിലെ സുഹൃത്തുക്കളും നാട്ടിലെ പല ഭൗതിക താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ നിന്നു കൊടുത്തു. അന്ന് തന്നെ ആ മൂല്യന്മാര് പറഞ്ഞ പ്രകാരം തഖ്വയോടെ ജീവിച്ചാൽ മതിയായിരുന്നു. ഖുർആനും ഹദീസും അനുസരിച്ച് പണ്ഡിതന്മാര് പറഞ്ഞത് പ്രകാരം ജീവിച്ചാൽ മതിയായിരുന്നു. ഒരു കാര്യം ഉണ്ടായില്ല. യഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ, വേണ്ടായിരുന്നു. എന്നിട്ട് പറയാണ് ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. മരണത്തോടെ കഴിഞ്ഞു എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെ മരണത്തോടെ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. കുറെ പൈസയും മുതലൊക്കെ എനിക്ക് ദുഞ്ഞാവിലുണ്ടായിരുന്നു, കുറെ വാടക കെട്ടാനും കുറെ വരുമാനമൊക്കെ ഉണ്ടായിരുന്നു, അക്കൗണ്ടിൽ കുറെ ബാലൻസ് ഉണ്ട്. പക്ഷെ ഒരു ഉപകാരം ചെയ്തില്ല. എന്റെ സമ്പത്തൊന്നും എനിക്ക് ഫലം ചെയ്തില്ല. എന്റെ പണവും എന്റെ സമ്പത്തും എന്റെ ഒരുമിച്ച് കൂട്ടി എന്റെ അക്കൗണ്ടിലും എനിക്കൊരു ഫലവും ചെയ്തില്ല, ഒരു ഫലം ചെയ്തില്ല. അടുത്ത ആയത്ത് ഹലക അന്നീ സുൽത്താനിയ, എന്റെ സ്ഥാനമാനങ്ങളും എന്റെ അധികാരങ്ങളും എന്റെ കുടുംബ മഹിമയും എല്ലാം നശിച്ചു പോയല്ലോ, ഒന്നും ഫലം ചെയ്തില്ല. എല്ലാം നശിച്ചു പോയി. നാളെ ചില ആൾക്കാരെ മനസ്സുകൊണ്ട് പറയും, തൊള്ളോട് പറഞ്ഞില്ലെങ്കിലും തൊള്ളോട് പറഞ്ഞ് മനസ്സുകൊണ്ട് പറയും, നിരാശ ഉണ്ടാകും. എന്നാൽ നാളത്തെ നിരാശയെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഈ പറയുന്നത്. നമ്മൾ ഭൗതികമായ എന്ത് ആസ്വാദനങ്ങൾ കിട്ടുമ്പോഴും നമ്മൾ മതിമറന്നുകൊണ്ട് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ അതൊരു മതേതര രാജ്യമാണ്. മതേതര രാജ്യമാകുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങളും നിയമങ്ങളും അനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല, പൊതുരംഗത്തിറങ്ങാൻ പാടില്ല എന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റൂല. പണ്ഡിതന്മാരൊക്കെ അംഗീകരിക്കുന്നു, കാരണം രാജ്യത്തിന്റെ നിയമമാണ്. എങ്കിൽ പോലും അതെല്ലാം കൂത്താടാനുള്ള ലൈസൻസായി മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരും കാണാൻ പാടില്ല. പെണ്ണുങ്ങൾ മത്സരിക്കാനെടുത്ത് മത്സരിക്കണം, മത്സരിച്ചേ പറ്റൂ, രാജ്യത്തിന്റെ നിയമം അതാണ്. പക്ഷെ ഇപ്പോ വനിതകളുടെ പ്രചരണ രംഗത്ത് തന്നെ പലപ്പോഴും നമുക്ക് പരിതാപകരമായ പലതും നമ്മൾ കേട്ടു. സങ്കടം തന്നെയാണ്. മുസ്ലിം സ്ഥാനാർത്ഥി ഒരു BJP-കാരന്റെ കൂടെ ഒളിച്ചോടി പോകുന്നു. ഏത് പാർട്ടി എന്നുള്ള വിഷയം. സ്ത്രീകളുടെ പൊതുരംഗത്തുള്ള അനിയന്ത്രിതമായ വരവ് പലപ്പോഴും പല വിഷമങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ നിയമങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നതാണ്. പക്ഷേ പ്രചരണ രംഗത്ത് പോലും പല ആശങ്കകൾ ഉണ്ടാക്കുന്ന കൂടിക്കലരുകളും പേക്കൂത്തുകളും നടക്കുന്നുവെങ്കിൽ നാളെയോടുകൂടെ ആഹ്ലാദ പ്രകടന രംഗത്ത് ആഹ്ലാദം വരുമ്പോ വിജയിക്കുമ്പോ ആ പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റി മറ്റു പെണ്ണുങ്ങളൊക്കെ എന്താകുമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച ചില അതിർവരമ്പുകളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് ഒരിക്കലും ഇസ്ലാം എന്ത് കൊടുത്തിട്ടില്ല, ഒരിക്കലും അവരെ ചേർത്തു പിടിക്കുന്ന മതമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇടങ്ങേറുള്ള ഒരു പണിയും പെണ്ണുങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടില്ല. അത് അള്ളാഹുവിന്റെ നീതിയാണ്, അള്ളാഹുവിന്റെ പരിഗണനയാണ്. ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മയ്യത്തിനെ പള്ളിക്കാട്ട് കൊണ്ടുവന്ന് മറവ് ചെയ്യണത് നമ്മളെ പെണ്ണുങ്ങൾ ഏൽപ്പിച്ചിട്ടായിരുന്നുവെങ്കിൽ കഴിയൂല. അവർക്ക് മനസ്സ് പൊട്ടിപ്പോകും. ആണുങ്ങളെ മാതിരി പെണ്ണുങ്ങൾ ഇങ്ങനെ ഓരോ ഖബറിന്റെ അടുത്ത് പോയി സിയാർത്ത്, പെണ്ണുങ്ങൾക്ക് സുന്നത്തില്ലല്ലോ കുടുംബക്കാരെ ഖബർ സിയാർത്ത്. ആണുങ്ങളെ പോലെ മക്കബറെ കൂടി ഈ ഖബർസ്ഥാനിൽ കൂടെ പെണ്ണുങ്ങൾ നടക്കുകയാണെങ്കിൽ ഉമ്മാനും ബാപ്പാനും ഖബർ കണ്ടാൽ സഹിക്കാൻ പറ്റുമോ? ആണുങ്ങളെ പോലെ അവർക്ക് സുന്നത്താക്കി വെച്ചില്ല. മയ്യത്ത് മറവ് ചെയ്യാൻ ഖബറടക്കമൊന്നും പെണ്ണുങ്ങൾക്ക് ആ ബാധ്യത ഏൽപ്പിച്ചില്ല. 1,24,000 അമ്പിയ മുർസലീങ്ങൾ വന്നപ്പോൾ ഒരു പെണ്ണിനെങ്കിലും അള്ളാഹ് പരിഗണിച്ചോ? മുസ്ലിം ഫെമിനിസ്റ്റുകൾ, മുസ്ലിം ലിബറൽ ചിന്താഗതിക്കാർ കൊടുക്കേണ്ട ഒരു മറുപടി തരണം. 1,24,000 അമ്പിയ മുർസലീങ്ങൾ അള്ളാഹ് അയച്ചപ്പോ ഒരു നബിച്ചിനെ അള്ളാഹ് അയച്ചുകൂടായിരുന്നു? ഒരു നബിച്ച്, ഒറ്റ നബിച്ച് അള്ളാഹ് തല അയച്ചില്ലല്ലോ. ആണുങ്ങൾക്ക് ജമാഅത്ത് മുഅക്കദായ സുന്നത്ത, പെണ്ണുങ്ങൾക്ക് മുഅക്കദായ സുന്നത്തില്ല. കാരണം എന്താ? അത് പലപ്പോഴും പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പൊ അവർക്ക് ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അള്ളാഹ് അവർക്ക് മുഅക്കദാക്കി വെച്ചില്ല. ഇതുപോലെ മയ്യത്ത് ജുമാ ഫർള് ഐനാണ്, വ്യക്തിഗത നിർബന്ധമാണ്. നമുക്ക് നിർബന്ധം പങ്കെടുത്തില്ലേ കുറ്റം കിട്ടും. അതിന്റെ പെണ്ണുങ്ങൾക്ക് വെക്കാഞ്ഞാൽ അവർക്കത് പങ്കെടുക്കാൻ പറ്റിയെങ്കിൽ വിഷമല്ലേ, പ്രയാസമല്ലേ? അള്ളാഹ് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുത്തു. അള്ളാഹു തആല ഡ്യൂട്ടി അവർക്ക് ഒഴിവാക്കി കൊടുത്തു. അവരോടുള്ള സ്നേഹമാണിത്, അവരെ നിഷേധിക്കല്ല, അവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന പരിഗണനയാണ്. അങ്ങനെ മനസ്സിലാക്കണം. അതുപോലെ മയ്യത്ത് നിസ്കാരം ഫർള് കിഫായ, ഒരാൾ ചെയ്തില്ലെങ്കിൽ ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിന് ഒഴിവായി. അത് പെണ്ണുങ്ങൾക്ക് ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ എല്ലാവരും കുറ്റക്കാരാവില്ലേ? അവിടൊക്കെ അള്ളാഹു തആല അവർക്ക് പരിഗണിക്കുക. ആലോചിച്ച് നോക്കി, ഒരാൾ പറയാണ് ഇപ്പൊ കോവിഡ് കാലത്തൊക്കെ ചില ആളുകൾക്ക് വീട്ടിൽ നിന്ന് വർക്ക് അറ്റ് ഹോം, വീട്ടിൽ നിന്ന് ചെയ്താൽ മതി, എന്നാ തന്നെ ശമ്പളം തരാം. വലിയ വലിയ കമ്പനികളൊക്കെ
2 ലക്ഷം 3 ലക്ഷം ശമ്പളം ഉണ്ടായത് അവിടെ ജോലിക്ക് കമ്പനിയിൽ പോയിട്ട് അവിടെ ജോലി ചെയ്യണം. കോവിഡ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണം, നിങ്ങൾ പെരയിൽ നിന്ന് ജോലി ചെയ്താൽ മതി, ശമ്പളം അക്കൗണ്ട് കിട്ടുക, എത്ര സുഖമാണത്. എന്നാൽ കോവിഡ് കഴിഞ്ഞ് പറയും ഇനി ആ ഉടായ്പ പറ്റൂല, ഇനി കമ്പനിക്ക് തന്നെ വരണം. എന്നാൽ നമ്മളൊക്കെ പെരേന്ന് പള്ളിക്ക് ജമാഅത്തിന് വരുന്ന കൂലി കിട്ടുന്നുണ്ടല്ലോ. എന്നാൽ നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹ് പറയാണ് നിങ്ങൾ പെരേന്ന് നിസ്കരിച്ചാൽ ആ കൂലി നിങ്ങൾക്ക് പെരേന്ന് തന്നെ തരാന്ന് പറഞ്ഞാൽ പിന്നെ അല്ല ഞാൻ കമ്പനിയിൽ പോയിട്ട് തന്നെ എനിക്ക് വർക്ക് ചെയ്യുന്നത് വാശി പിടിക്കൽ ബുദ്ധിശൂന്യമാണ്, അന്തമില്ലായ്മയാണ്, അത് വിവേകമില്ലായ്മയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വീട് തന്നെയാണ് ഉത്തമമെന്ന് നബിയുനാ റസൂലുള്ളാഹി പഠിപ്പിക്കുക. പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ കയറിക്കൂടാ എന്നൊന്നുമില്ല, പെണ്ണുങ്ങൾക്ക് പള്ളിക്ക് കയറാം, എന്താ കുഴപ്പം, ഹറാമൊന്നുമില്ല. ഫിത്ന ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഹറാമുള്ളൂ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് പള്ളി ഹറാമൊന്നുമില്ല. നമ്മളൊക്കെ സ്ത്രീകളുമായിട്ട് ഭാര്യമാരും കുടുംബസമേതം പോകുമ്പോൾ ജമാഅത്ത് നിസ്കാരം കളാക്കാൻ പറ്റുമോ? സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളിയോട് ചേർന്ന് റൂമുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിസ്കരിക്കും, അത് സൗകര്യം ഇല്ലെങ്കിൽ പള്ളി കയറി നിസ്കരിക്കും, ഒന്നും കുഴപ്പമില്ല. പെണ്ണിനൊരിക്കലും പള്ളി അള്ളാഹു തആല വിലക്കിയിട്ടില്ല. മക്കത്തും മദീനത്തൊക്കെ പോകണുണ്ടല്ലേ, അവിടെ ഉംറക്ക് പോയാൽ ഹജ്ജിന് പോയാലൊക്കെ പെണ്ണുങ്ങൾ പള്ളിക്കല്ലേ തവാഫ് ചെയ്ത് പള്ളി കയറാൻ നിർബന്ധം. പിന്നെ ആരാ പറഞ്ഞത് പള്ളി കയറാൻ പാടില്ല? അവർക്ക് തവാഫ് ചെയ്യണമെങ്കിൽ ഉംറ ചെയ്യണമെങ്കിൽ പള്ളിന്റെ ഉള്ളിലേ പറ്റുള്ളൂ. തവാഫ് കാബ പള്ളിന്റെ ഉള്ളിലാണ്, കാബയിലേക്ക് പ്രവേശിക്കൽ പള്ളിയിലേക്ക് പ്രവേശിക്കൽ നിർബന്ധമാണ്. അപ്പൊ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല ഒന്നുമില്ല. പക്ഷേ എന്തില്ല, ആണുങ്ങൾ വീട്ടിൽ നിന്ന് അവനാന്റെ നാട്ടും പുറത്തിലൊക്കെ പെരേക്ക് പോകും, പള്ളിക്ക് പോകണം, അതേമാതിരി പെണ്ണുങ്ങളും വലിച്ചിച്ച് കൊണ്ടുവരുന്ന അത് ശരിയല്ല. കാരണം അവർക്ക് അള്ളാഹുലൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തിരിക്കുകയല്ലേ. നേരെ മറിച്ച് വായനത്തിന് പോവുക, പ്രസംഗത്തിന് പോവുക, അതേപോലെ അല്ലല്ലോ. അത് പെരന്റെ ഉള്ളിന്നത്തെ സാമ്പത്തിക കഴിയൂലല്ലോ, കല്യാണത്തിനും സൽക്കാരത്തിന് പോണ മാതിരി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. യാത്രക്കാരാകുന്ന സ്ത്രീകൾ പള്ളി കയറി നിസ്കരിക്കണം, അല്ലെങ്കിൽ അതിന് പള്ളിയോടനുബന്ധിച്ച് സൗകര്യപ്പെട്ട സ്ഥലത്ത് നിസ്കരിക്കണം. യാത്രക്കാരൊന്നും അല്ലാത്തവർ ഓരോരുത്തരും ആണുങ്ങളെ മാതിരി പള്ളിക്ക് ഇങ്ങനെ പോവാന്നെങ്കിൽ വീട്ടിലത്തെ കാര്യക്കാരാണ് നോക്കുക. അപ്പൊ അള്ളാഹു അവർക്ക് കൊടുത്തൊരു പരിഗണനയാണ്, വല്ലാത്ത പരിഗണന. വേറെ നിന്നാൽ തന്നെ തോന കൂലി തരാം. നമുക്ക് പള്ളി കൊണ്ടാണെങ്കിൽ അവർക്ക് പള്ള കൊണ്ട് പടച്ചോം പള്ളറച്ചും കൂലി കൊടുക്കുകയാണ്. ഒരു കുട്ടിയെ ഗർഭം ചുമന്ന് പ്രസവിച്ചാൽ ഷഹീദിന്റെ കൂലി പടച്ചോം കൊടുക്കുകയാണ്, അണക്ക് കിട്ടൂലല്ലോ. അപ്പൊ അത് അവർക്കുള്ള പരിഗണനയാണ്. പൊരേ തന്നെ ജോലി ചെയ്താൽ നിനക്ക് ശമ്പളം തരാം, ഓഫീസിൽ വന്നിട്ട് ജോലി ചെയ്താലുള്ള ശമ്പളം നീ വീട്ടിൽ വെച്ച് ചെയ്താൽ തരാമെന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ ഓഫറിനെ എങ്ങനെ സ്ത്രീക്ക് എതിരായി എന്ന നിയമമായി ചിത്രീകരിക്കപ്പെടുക? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അത് ഓഫറാണ്, ഡ്യൂട്ടി ഒഴിവാക്കി കൊടുക്കുകയാണ് അള്ളാഹു തആല ചെയ്യുന്നത്. കോമാ സ്റ്റേജിലാണെങ്കിൽ പോലും ബോധം ഉണ്ടെങ്കിൽ നിസ്കരിക്കണം എന്നാ. പെണ്ണിനോ അശുദ്ധി ഉണ്ടെങ്കിൽ നിസ്കരിക്കണ്ടോ വേണ്ട, പ്രസവിച്ചെടുക്കാൻ നിസ്കരിച്ചോ വേണ്ട, നോമ്പ് ഒഴിവാക്കി കൊടുത്തു, നിസ്കാരം ഒക്കെ അള്ളാഹു തആല ഒഴിവാക്കി കൊടുത്തില്ലേ. അപ്പൊ എനിക്ക് അശുദ്ധി ഉണ്ടെങ്കിൽ എന്താ, എന്റെ നിസ്കാരം നിഷേധിക്കാൻ വരാൻ പറ്റും? അത് ഓർക്കുള്ള പരിഗണനയാണ്, അത് കൺസിഡറേഷനാണ്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ പറയരുത്. അപ്പൊ ഏതാവട്ടെ എന്റെ വിഷയം അതല്ല, ഞാൻ ചേർത്തു വായിച്ചതാണ്. തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദ സമയത്തൊക്കെ എപ്പോഴും ആണും പെണ്ണും ഇടകലരകളും അതിരുവിട്ട പ്രകടനങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. തെരഞ്ഞെടുപ്പൊക്കെ കഴിയും, പക്ഷെ ഹറാമുകൾക്ക് സാധ്യത ഉണ്ടാകുന്ന മേഖലകളൊക്കെ ശ്രദ്ധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം തോൽക്കലും ജയിക്കലും ഒക്കെ അതും സാധാരണയാണ്. ഇതുവരെ വാർഡ് മെമ്പർമാരായവരും കൗൺസിലർമാരായ ആളുകളും ചെയർമാൻമാരായ ആളുകളൊക്കെ നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുവരെ ഞാൻ വലിയ ആളായിരുന്നു എന്ന് ചിന്തിച്ചിരിക്കരുത്. അമേരിക്കക്കാരെന്ന് പഠിക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഒരു ചെറിയ സ്കൂൾ അധ്യാപകനപ്പോ. നമ്മുടെ നാട്ടിലോ ഒരു എം എൽ എ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെറിയാണ്, അല്ലെങ്കിൽ മോശമാണ്, താന്നുകൊടുക്കുക എന്നുള്ളത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ ചെയർമാൻ, അല്ലെങ്കിൽ ഒരു മന്ത്രി, ഒരു MLA MP, അത് കഴിഞ്ഞാൽ പിന്നെ അവർ പരേന്ന് പുറത്തിറങ്ങൂല. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി, ഇതുവരെ ഉണ്ടായിരുന്ന ആദരവ്, ബഹുമാനം അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ രംഗത്തിറങ്ങാൻ മടി, പിന്നെ ചെറിയ ലെവലിലേക്ക് ഇറങ്ങൂല. അവിടെയൊക്കെ നമ്മൾ പാശ്ചാത്യ രാജ്യക്കാരെ കണ്ടു പഠിക്കണം. ഏത് വലിയ പൊസിഷനിൽ, മേജർ പൊസിഷനിൽ എത്ര വലിയ ജോലിക്കാരനാണെങ്കിലും ആ സമയം കഴിഞ്ഞാൽ ഏത് ചെറിയ ജോലി എടുക്കാനും തയ്യാറായിക്കൊള്ളണം. ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. എന്ന് ഞാൻ അമീറാണെങ്കിൽ നാളെ സാധാരണ കൂലിപ്പണിക്ക് പോകുന്നത് എന്ത് ലജ്ജയുണ്ട്. നമ്മളൊക്കെ അവനാൻ ആ വിനയവും ആ താഴ്മയും നമുക്ക് മനസ്സിലാക്കി എടുക്കണം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ സ്ഥാനം ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല. പൊതുസേവനവും ജനസേവനവും അത് വലിയ ഇബാദത്താണ്. ഇബ്നു അബ്ബാസ് തങ്ങളോട് ഒരാൾ പറഞ്ഞു, എന്റെ കടം വീട്ടാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്തരോ. അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്തുപോയി. അപ്പൊ ആൾക്കാർ ചോദിച്ചു, സ്വഹാബത്ത് ചോദിച്ചു, നിങ്ങൾ ഈത്തിക്കാഫിലല്ലേ, ഈത്തിക്കാഫ് ഇരിക്കുന്നിടത്താണോ നിങ്ങൾ മറ്റൊരാളെ കടം വീട്ടി കൊടുക്കാൻ വേണ്ടി ഇറങ്ങുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പള്ളിയിൽ ഈത്തിക്കാഫ് ഇരിക്കണേക്കാളും കൂലി കിട്ടൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാണെന്ന് മുത്തനബി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. അതാണ് ഹദീസിലുള്ളത്. അതുകൊണ്ട് ജനസേവനം വലിയ ഖിദ്മത്തായി എല്ലാവരും കാണണം. ഇന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരും കാണണം. അവിടെയൊക്കെയും നല്ല നിയ്യത്താണ് നമുക്ക് വേണ്ടത്, പേരും പ്രശസ്തിയും പെരുമയുമല്ല. പേരും പ്രശസ്തിയും പെരുമയുമാകാതെ ഇഖ്ലാസോട് കൂടെ നമ്മൾ സേവനം നടത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതോടൊപ്പം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് എന്താ, നാളത്തെ ദിവസത്തെ നമ്മൾ മാലിക് യൗമുദ്ദീനുമായി ബന്ധപ്പെടുത്തുക, ആഖിറത്തിൽ ആ വിധി നിർണയത്തിന്റെ ദിവസവുമായി ബന്ധപ്പെടുത്തുക. അവിടെ ഒരാൾക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല, ഒരാൾക്കും നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇവിടെ ഒരു 5 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒന്നും അല്ലാതായി മാറും. ഒരു കഥ എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു രാജ്യത്ത്
ഒരു വനാന്തരങ്ങളിൽ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിലെ കാട്ടുമനുഷ്യന്മാര് ആ ദ്വീപില് പ്രത്യേക ആചാരമുണ്ട്. ആ ദ്വീപ് ഭരിക്കാൻ അവര് ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കും. 5 വർഷം അയാൾ ഭരിക്കും. രാജാവിനെ പോലെ എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് ഉണ്ടാവും. 5 വർഷം ഭരിച്ചാൽ എന്ത് ചെയ്യുന്നറിയോ? ആ നാട്ടുകാർ ആ ഭരണാധികാരിയെ തൊട്ടപ്പുറത്തുള്ള കടുവയും പുലിയും സിംഹവും ഒക്കെ ഉള്ള ഒരു ദ്വീപിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിടും. പിന്നെ ഐറ്റങ്ങൾ കടിച്ച് തിന്നേ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാ. ഇത് അവിടുത്തെ ഒരു ആചാരം. ആ രാജ്യം ഭരിക്കൽ അതിന് അടുത്ത 5 വർഷം വരുമ്പോൾ പുതിയ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കും. അയാൾക്ക് എത്രയും സമ്പാദിക്കാം, എത്രയും സുഖിക്കാം, എല്ലാ വിഭവങ്ങളും അയാൾക്ക് സുഖിക്കാം. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ അയാളെ ഈ ഒരു ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും അടങ്ങിയ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയി അയാളിടും. അപ്പൊ എല്ലാവരും ഭരിക്കണ കാലത്തോളം ഉഷാറായി ഭരിക്കും, രാജാവാവും, എല്ലാ നിരക്കും സുഖിക്കും, കള്ളും പെണ്ണും എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വന്യമൃഗങ്ങളുള്ള ദ്വീപിൽ പോയി നരക ജീവിതമാണ്. അങ്ങനെയാകുമ്പോ അവിടെ ഒരു ഭരണാധികാരിയെ ഇതുപോലെ 5 വർഷത്തിന് തെരഞ്ഞെടുത്തു. അയാൾ എന്ത് ചെയ്തു അറിയോ? ആ 5 വർഷവും സുഖിച്ചില്ല, കൊട്ടാരം പണിതില്ല, അടിച്ചു പൊളിച്ച് രസിച്ചില്ല. അയാളുള്ള ഈ 5 വർഷം എന്ത് ചെയ്തു അറിയോ? ഈ 5 വർഷത്തെ ഭരണത്തിന് ശേഷം ആ നാട്ടുകാർ കൊണ്ടുപോയി ഇടുന്ന ഒരു വന്യമൃഗങ്ങൾ നിറഞ്ഞ നരക ജീവിതമുള്ള ദ്വീപുണ്ടല്ലോ, അവിടത്തേക്ക് ബോട്ടും തോണിയൊക്കെ പറഞ്ഞാൽ അവിടുത്തെ വന്യമൃഗങ്ങളെയൊക്കെ നശിപ്പിച്ചു. അവിടെ നല്ല പൂന്തോപ്പുകൾ ഉണ്ടാക്കി, അവിടെ കൊട്ടാരം പണിതു, അവിടെ പാമ്പും തേളും നിറഞ്ഞ ആ ദ്വീപ് അദ്ദേഹം അതിനൊക്കെ നശിപ്പിച്ച് അവിടെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കിയെടുത്തു. കടുവയും സിംഹവും ഇല്ലാത്ത നല്ല നല്ല ആസ്വദിക്കാൻ പറ്റിയ ജീവികളും പക്ഷികളൊക്കെ ഉള്ള ഒരു ദ്വീപാക്കി മനോഹരമായ സ്വർഗമാക്കി മാറ്റി. അദ്ദേഹം ഭരിച്ച 5 കൊല്ലം സുഖിക്കാൻ മറന്നു. അദ്ദേഹം ഭരിച്ച ഈ 5 കൊല്ലം ആസ്വദിക്കാൻ മറന്നു. അദ്ദേഹം കൊട്ടാരത്തിൽ സുഖിക്കലൊക്കെ ഒഴിവാക്കി. ഈ 5 കൊല്ലത്തിന് ശേഷം ഈ നാട്ടുകാര് തന്നെ കൊണ്ടുപോയി എറിയുന്ന ദ്വീപ് മനോഹരമാക്കിയെടുത്തു. ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അയാളെ ഭരണത്തിന്റെ സുഖമാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 5 വർഷത്തിന് ശേഷം അയാളെ കൊണ്ടിട്ട ദ്വീപിൽ അയാൾ സ്വർഗീയ വാസം വസിച്ചു. സത്യം പറഞ്ഞാൽ ഇതാണ് ദുനിയാവ്. ഈ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയി ചേർക്കുന്ന മറ്റൊരിടമുണ്ട്. അവിടെ ആസ്വാദ്യകരമാക്കാൻ ഇവിടെ നമ്മൾ അല്പം അധ്വാനിക്കണം. ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് ഭൂമി എന്ന ബോധം നമുക്ക് വേണം. നമ്മൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എത്രമേൽ കഷ്ടപ്പെട്ടു, ഒരുപാട് പ്രവർത്തിച്ചു. അതിന്റെയൊക്കെ കർമ്മഫലം നാളെ പുറത്തു വരുമെങ്കിൽ ഇതുപോലെ നമ്മളെ കഠിനാധ്വാനങ്ങളുടെ കർമ്മങ്ങളുടെ ഫലമാണ് പ്രിയപ്പെട്ടവർ നാളെ പുറത്തു വരൽ. അത് ബോധം നമുക്ക് വേണം. അതാണ് കൈ കെട്ടിയിട്ട് എപ്പോഴും പറയുന്നത് അർ-റഹ്മാനുർ റഹീം മാലിക് യൗമിദ്ദീൻ. ഒരു വികാരവുമില്ലാതെ, ഒരു ചിന്തയുമില്ലാതെ, നിഷ്ക്രിയ ബോധത്തോടുകൂടെ, അലസമായ മനസ്സോടുകൂടെ അർ-റഹ്മാനുർ റഹീം മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞു പോകരുത്. ഹൃദയത്തിൽ തട്ടയിട്ട് വിശ്വാസിക്ക് പറയാൻ കഴിയണം, മാലിക് യൗമിദ്ദീൻ, വിധി പുറത്തു വരുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനേക്കാണ് സർവത്ര സ്തോത്രങ്ങൾ എന്ന് പറയാൻ കഴിയണം. അതുകൊണ്ട് വോട്ടെണ്ണുന്ന ദിവസത്തിന് എത്ര ആവേശത്തോടെ കാത്തിരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ചതിന്റെ 1000-1 പരിശ്രമം നാളത്തെ വിജയത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചേ പറ്റൂ. മാലിക് യൗമിദ്ദീൻ, അപ്പേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യന്റെ ബന്ധങ്ങൾക്കാണ് എപ്പോഴും വില കൽപ്പിക്കപ്പെടേണ്ടത്. അതിനാണ് വില കൽപ്പിക്കേണ്ടത്. നമ്മൾ തെരഞ്ഞെടുപ്പ് ഒരു ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാകും. പരാജയപ്പെടുത്തണമെന്ന് ആർക്ക് ആഗ്രഹിച്ചിരുന്നു അവരെ വീടിന് മുമ്പിൽ ചെന്ന് തെറിവിളിക്കും, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള മോശങ്ങൾ വിളിച്ചു പറയും, അല്ലെങ്കിൽ അവരെ വീട്ടിന് മുമ്പിൽ വന്ന് ചടക്കങ്ങളും പടക്കങ്ങളും പൊട്ടിച്ചവരെ പ്രകോപനം ഉണ്ടാക്കും. എന്തിനു വേണ്ടി? ഈ 5 വർഷത്തെ വിജയത്തിന് വേണ്ടി. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇനി ആരുമല്ല എന്ന് ചിന്തിക്കണം. ഒരു 5 വർഷം ഒന്നുമല്ല എന്നും ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊരുത്തന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഭയാനകമാണ്. ഇന്ന് സുബൈക്ക് ഞാൻ ഒരു ഹദീസ് മിഹ്റാബിൽ നിന്ന് ക്ലാസ് എടുത്തു. ഇന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസമാണ്. ഇന്ന് സിദ്ദീഖ് നിങ്ങളുടെ ആണ്ട് ദിവസമാണ്. നബി തങ്ങളും സിദ്ദീഖ് എന്നവരും ഒരുമിച്ചൊരു സദസ്സിലിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങോട്ട് കയറി വന്നു പുളിച്ച തെറി. അങ്ങനെ ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് ഒരു മാന്യത ഉണ്ടാവില്ല. വയസ്സിന് മൂത്തതാണെന്നോ, ആൾക്കാരെ ബഹുമാനിക്കുന്ന ആളാണെന്നോ, സയ്യിദാണെന്നോ, ഉസ്താദാണെന്നോ, കമ്മിറ്റി ഒന്നും നോക്കൂല. ആൾക്കാരെ ഏറ്റിട്ടാണ് ഒരു തെറി പറയും. കണ്ട കാര്യം പറയൽ വൃത്തികെട്ടവന്റെ സ്വഭാവമാണ്. ചില ആൾക്കാർ പറയും, എന്റെ വാപ്പ നല്ല മനുഷ്യനെ, കണ്ട കാര്യം മൂത്തൂക്കി പറയും. ഒരു മനുഷ്യന്റെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവമാണ് കണ്ട കാര്യം മൂത്തൂക്കി പറയാൻ. അങ്ങനെ പറയരുത്. ആള് നോക്കണം, മാന്യമായി സംസാരിക്കണം. ജനങ്ങൾ കണ്ട കാര്യം മുഖത്ത് നോക്കി പറയുന്നതിനും ഒരു മാന്യതയുണ്ട്. ഒരു ഇന്നുണ്ട്, ഇന്നപ്പന്നുണ്ട്, ഇന്നോടത്ത് ഇന്നുണ്ട്, ഇന്നോരോട് ഇന്നുണ്ട്, ഇന്നുണ്ട്. ഇതൊക്കെ നമ്മളെ കാരണന്മാരെ പഠിപ്പിച്ചതാണ്. ഒരു 4-5 ഇന്നിയാത്ത് പഠിക്കണം. ഇന്നോരോട് ഇന്നത്, ഇന്നപ്പന്നത്, ഇന്നത്, ഇന്നോടത്ത് ഇന്നത്. ഒരു സാഹചര്യം ഒക്കെ നോക്കണം. ഏതാവട്ടെ ഞാൻ പറയുന്നു, നബി തങ്ങളും സിദ്ദീഖ് തങ്ങളും ഇരിക്കുമ്പോ ആ സദസ്സിലേക്ക് ഒരാൾ കയറി വന്നിട്ട് സിദ്ദീഖ് തങ്ങളെ മുഖത്ത് നോക്കി അസഭ്യം പറഞ്ഞു, ചീത്ത വിളിച്ചു. സിദ്ദീഖ് തങ്ങൾ മൗനിയായി, ഒന്നും മറുപടി പറഞ്ഞില്ല കേട്ടോ, ഒന്നും മറുപടി പറഞ്ഞില്ല. അപ്പൊ സക്കത്ത മിണ്ടാതിരുന്നു. അപ്പൊ നബി തങ്ങളും മിണ്ടാതിരുന്നു. കുറെ കഴിഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങൾ മനുഷ്യനല്ലേ, പ്രതികരിക്കാൻ തുടങ്ങി. ചീത്ത വിളിച്ചവരോട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ നബി തങ്ങൾ ആ സദസ്സ് എഴുന്നേറ്റ് പോയി.
സിദ്ദീഖ് തങ്ങൾ ഒറ്റക്കാക്കി നബിതങ്ങൾ എഴുന്നേറ്റ് പോയി. അത് സിദ്ദീഖ് തങ്ങളുടെ മനസ്സിന് വേദനയായി. നബിതങ്ങൾ എന്നെ ഒഴിവാക്കി പോയോ? സിദ്ദീഖ് തങ്ങൾ നബിതങ്ങളെ പിന്നാലെ ചെന്നിട്ട് ഫദറക്കഹു, നബിതങ്ങളെ വിളിച്ചു പറഞ്ഞു, നബിയെ അങ്ങ് എന്തിനാ എഴുന്നേറ്റ് പോയത്? ഞാനും അങ്ങും ഒരുമിച്ചിരിക്കുമ്പോ ഒരാൾ കയറി വന്ന് എന്നെ തെറി പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നു, അപ്പൊ അങ്ങും മിണ്ടാതിരുന്നു. ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ അങ്ങ് ഇറങ്ങി പോയത് എന്താ? അപ്പൊ അവിടെ നിന്ന് കൊടുത്ത മറുപടി ഉണ്ട്, അബൂബക്കറെ, നമ്മളുള്ള സദസ്സിലേക്ക് അയാളെ കയറി വന്ന് അവിവേകം പറഞ്ഞു, അമുഖമായി സംസാരിച്ചു, എന്തൊക്കെയോ തെറി പറഞ്ഞു. അന്ന് ആ സമയത്ത് അങ്ങൊന്നും മിണ്ടിയില്ല, അങ്ങ് പ്രതികരിച്ചില്ല. അങ്ങ് പ്രതികരിക്കാത്ത സമയത്തോളം, അങ്ങ് മൗനിയായി നിൽക്കുന്ന സമയത്തോളം അള്ളാഹുവിന്റെ മലക്ക് അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ തെറി പറയുമ്പോഴും അസഭ്യം പുലമ്പുമ്പോഴും അങ്ങ് അതേപോലെ അവിവേകം പ്രവർത്തിക്കാതെ മൗനം അവലംബിച്ചുകൊണ്ട് അങ്ങ് വിവേകത്തോടെ മിണ്ടാതിരുന്നപ്പോ മലക്ക് അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അങ്ങേക്ക് വേണ്ടി നന്മ രേഖപ്പെടുത്തുന്നതും അങ്ങേക്ക് നാളെ വിജയം തരാൻ വേണ്ടി മലക്ക് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങ് നാവ് പൊന്തിച്ചതോടെ, അങ്ങ് വർത്താനം പറയാൻ തുടങ്ങിയതോടെ ആ മലക്കടന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ശൈത്താൻ വന്നു, അപ്പൊ ഞാൻ ഇറങ്ങിപ്പോന്നു. ഇത് നമുക്ക് പാടായിരിക്കണം. ഞാൻ ഒന്നുകൂടി ക്ലാസ്സിൽ പറഞ്ഞ ഹദീസ് ആവർത്തിക്കാൻ, നമ്മൾ പറയുമ്പോൾ നമുക്ക് മോനാക്കാൻ കഴിയണം. അതിന് മാതൃകയുണ്ട്, സാദാത്യങ്ങളുടെയും ആലിമ്യങ്ങളൊക്കെ മാതൃകയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങോട്ട് എത്ര പറഞ്ഞാലും പ്രതികരിക്കാതിരിക്കും. അത്രമേൽ നമുക്ക് ഹൈറ് കിട്ടാൻ, നന്മ കിട്ടാൻ, കൂലി കിട്ടാൻ. പലപ്പോഴും ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് അകൽച്ചകൾ അകൽച്ചകൾ കൂടും. അത് മക്കളിലേക്ക് പോവും, പിന്നെ പേരക്കുട്ടിയിലേക്ക് പോവും. എന്റെ വല്യാപ്പാനോട് അന്നത്തെ കാലത്ത് തെറ്റ് ചെയ്താൽ പിന്നെ മക്കളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും വലുത് വിട്ടുവീഴ്ചയാണ്. ഏറ്റവും വലുത് ദേഷ്യം ദേഷ്യം കടിച്ചു പിടിച്ച് സഹിച്ചു. അള്ളാഹ് ഇഷ്ടമുള്ളത് ഇഹ്സാനിനെയാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യുക. അതുകൊണ്ട് കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞു, വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ ചിന്തിക്കേണ്ടത് സംയമനം വിടരുത്. വികാരത്തിന്റെ വേലിയേറ്റത്തിൽ നമ്മുടെ വികാരങ്ങൾ വഴിമാറിപ്പോകരുത്. നമ്മുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും തകർന്നു പോകരുത്. അതുപോലെ തന്നെ ഇത്രമേൽ വലിയ പരിശ്രമങ്ങളും കഠിനാധ്വാനങ്ങളും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയേ പറ്റും. നമ്മുടെ സമയങ്ങളൊക്കെ കുറവാണ്. അടുത്ത ആഴ്ചയോടുകൂടെ നമ്മൾ റജബിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. എത്ര പെട്ടെന്നാ സമയം പോകുന്നത്. 24 മണിക്കൂറിനാണ് അന്നും ഇന്നും ഒരു ദിവസം എന്ന് പറഞ്ഞാല്. 60 സെക്കൻഡാണ് ഒരു മിനിറ്റ്, 60 മിനിറ്റാണ് ഒരു മണിക്കൂർ, 24 മണിക്കൂറാണ് ഒരു ദിവസം. അത് അന്നും ഇന്നും. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫീലിംഗ് എങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന്. ഞാൻ തന്നെ ആലോചിക്കുക, ഈ മെമ്പർ വന്നിട്ട് എന്റെ 7ാമത്തെ വർഷമാണ് ഈ പള്ളിയിൽ. എത്ര പെട്ടെന്ന് 6 വർഷം കഴിഞ്ഞ് 7ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചത്. കഴിഞ്ഞ റമദാൻ എത്ര പെട്ടെന്ന് കഴിഞ്ഞു. അടുത്ത ആഴ്ചയോട് കൂടെ നമ്മൾ ദുആരിക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. പടച്ചോനെ റജബിൽ ബർക്കത്ത് ചെയ്യണേ, വബല്ലിഗ്നാ റമദാൻ. കാലം പെട്ടെന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കൊന്നിനും സമയമല്ല, നന്മകൾക്ക് സമയമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മിലേക്ക് ഇസ്രായേൽ വരുമ്പോ അപ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് എപ്പോഴും ഈ വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പും നാളെ വിധി വരലൊക്കെ ഓർക്കുമ്പോഴും യഥാർത്ഥ വിധി വരലും യഥാർത്ഥ തെരഞ്ഞെടുപ്പും ആരും നമ്മളെ സഹായിക്കാനുള്ള ദിവസത്തെ കുറിച്ച് കോർത്തിട്ട് അള്ളാഹു നമ്മുടെ ഖൽബിന് തിരിച്ചറിവ് നൽകി തഖ്വ കൊണ്ട് നമ്മുടെ ഖൽബിനെ പ്രകാശിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.